മഴക്കാല മുന്നൊരുക്ക മീറ്റിംഗ് ആണ് വിളിച്ചു ചേർത്തത്. അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഓൺലൈനിലായിട്ട് 30-ാം തീയതി ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകൾ കണക്കാക്കിക്കൊണ്ട് ചുമതലയുള്ള മന്ത്രിമാരുടെ നേതൃത്വത്തിൽ വിളിക്കുന്നത്. ഇടുക്കി ജില്ലയുടെ ചുമതല എനിക്കാണ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് യോഗം കൂടിയത്. ഇന്നിവിടെ എല്ലാ വകുപ്പുകളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. LSGD, ഒപ്പം തന്നെ PWD, ഹൈവേസ്, ഫോറസ്റ്റ്, ഇറിഗേഷൻ, KSEB, അനുബന്ധമായ റവന്യൂ അടക്കമുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഡിസ്കസ് ചെയ്തു. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടും ഞങ്ങൾ നോക്കിയത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകടം കടന്നു വരുന്ന സാഹചര്യത്തിൽ ഒരു ഡിസാസ്റ്റർ ഫോഴ്സി ചെയ്തുകൊണ്ടുള്ള നടപടികളിലേക്ക് നീങ്ങുക എന്നുള്ളതാണ്. അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലുള്ള മുന്നൊരുക്കം എങ്ങനെയാണെന്നതിനെ സംബന്ധിച്ചുള്ള വിലയിരുത്തലാണ് ഇന്ന് കൂടുതൽ നടത്തിയത്. വൾണറബിൾ ഏരിയാസ് ഓൾറെഡി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് എല്ലാ താലൂക്കുകളിലും. അതനുസരിച്ച് അവിടെയുള്ള മാറ്റിപ്പാർപ്പിക്കേണ്ട ഇങ്ങനൊരു അപകടകരമായ സാഹചര്യം വന്നാൽ ഒരു അപകടം ഉണ്ടാവാവുന്ന സ്ഥലം കണക്കാക്കി അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കേണ്ടവരുടെ ലിസ്റ്റ് എടുക്കുകയും അതനുസരിച്ച് ക്യാമ്പുകൾ സജ്ജമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഡേഞ്ചർ സിറ്റുവേഷൻ വരുവാണെങ്കിൽ ജില്ലാ ഭരണകൂടത്തിൽ നിന്നുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിലുള്ള കുടുംബങ്ങളെ അടിയന്തരമായി മാറ്റിപ്പാർപ്പിക്കാനുള്ള സ്ഥലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് മാറ്റിപ്പാർപ്പിക്കും. അതിനകത്ത് 2 ക്യാമ്പുകൾ കൂടി ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഈ ആഴ്ച തന്നെ അതിൻ്റെ നടപടികൾ പൂർത്തിയാവും. പിന്നെ ഒപ്പം തന്നെ അതിനോടനുബന്ധിച്ചുള്ള ആംബുലൻസ് സൗകര്യങ്ങൾ, JCB അടക്കമുള്ള എല്ലാ മെറ്റീരിയൽസ്, എക്യുപ്മെൻറ്റ്സ് ഫയർഫോഴ്സും പോലീസും റവന്യൂവും കേന്ദ്രീകൃതമായി അത് നൽകിയിട്ടുണ്ട്. പോലീസ് ആവശ്യപ്പെട്ടത് അവർക്ക് ഡ്രോൺ സേവനത്തിൻ്റെ ഒരു ആവശ്യകത ഇന്നത്തെ മീറ്റിങ്ങിൽ അവർ ഉന്നയിച്ചിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാൻ കളക്ടറോട് നിർദ്ദേശിച്ചിട്ടുമുണ്ട്. അതിനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാവും. കാരണം ഡ്രോൺ സൗകര്യങ്ങളുണ്ടെങ്കിൽ കുറച്ചുകൂടി ഏതെങ്കിലും നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത സ്ഥലങ്ങളിൽ ഡ്രോണിൻ്റെ സേവനങ്ങൾ ഉപയോഗിച്ച് വിവിധ ഇഷ്യൂസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് അതുവഴി ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒപ്പം തന്നെ മരുന്നുകളുടെ ക്രമീകരണങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള വിലയിരുത്തൽ നടത്തി ഓരോ ആശുപത്രികൾ അങ്ങനെയുള്ള എല്ലാ കേന്ദ്രീകൃതമായി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ വർഷം ചെല്ലുന്തോറും കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ചെറിയ ഒരു മാറ്റം പോലും സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടാണ് ഗവൺമെൻറ് മുമ്പോട്ട് പോവുകയുള്ളൂ. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും അതിൻ്റേതായ കേന്ദ്രീകൃതമായ നിലയിൽ തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വരുന്ന ചെറിയ മാറ്റങ്ങൾ പോലും ശ്രദ്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഡേഞ്ചറസ് സിറ്റുവേഷൻ വന്നാൽ അപ്പോൾ തന്നെ ആ മേഖലയിലുള്ളവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികളിലേക്ക് കടക്കും. KSEBക്ക് പ്രത്യേകമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആവശ്യമായ എക്യുപ്മെൻറ്റ്സ്, അതായത് മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് വെക്കുക എന്നുള്ളത്. ഈ പറഞ്ഞതുപോലെ പോസ്റ്റുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് വന്നാൽ അത് എത്തിക്കാനുള്ള നടപടികൾ ഉണ്ടാവാനുള്ള നിർദ്ദേശങ്ങൾ അക്കാര്യത്തിൽ നൽകിയിട്ടുണ്ട്. ഡാം സേഫ്റ്റി റിപ്പോർട്ട് അനുസരിച്ച് ഇപ്പോൾ നിലവിൽ ഡാമുകളുടെ വാട്ടർ ലെവല് സാധാരണ നോർമൽ രീതിയിലേക്ക് തന്നെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ആസ് ഓഫ് നൗ, മഴയൊക്കെ വരുന്നതനുസരിച്ച് എന്താണെന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ മൈഗ്രൻ്റ് ലേബേഴ്സിനെ പൂർണ്ണമായും നിരീക്ഷിച്ചാണ് വരുന്നത്. എല്ലാ പ്രാവശ്യവും ഉള്ളതുപോലെ ചില കേസുകൾ, ഇപ്പോൾ മലേറിയ പോലുള്ള ചില കേസുകൾ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം സ്ക്രീൻ ചെയ്ത് അത് ഐഡൻറ്റിഫൈ ചെയ്ത് തന്നെയാണ് പോകുന്നത്. അത് എല്ലാ വർഷവും റുട്ടീനായിട്ട് വരുന്ന ഒരു പ്രതിസന്ധി ആണെങ്കിൽ പോലും അത് കൃത്യമായി മാനേജ് ചെയ്ത് പോകാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവുകയില്ല. എങ്കിൽ പോലും മൈഗ്രൻ്റ് ലേബേഴ്സിനെ അടക്കം അതിനെ പ്രത്യേകമായി ശ്രദ്ധിച്ചാണ് അക്കാര്യത്തിൽ പോകുന്നത്. അത് കൂടുതലും അങ്ങനെയുള്ളവരിലാണ് കണ്ടെത്താറുമുള്ളത്. പിന്നെ വേറെ ഏതെങ്കിലും പനിയോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മോണിറ്റർ ചെയ്താണ് നീങ്ങാൻ നിർദ്ദേശം ആരോഗ്യവകുപ്പിന് നൽകിയിട്ടുണ്ട്. സ്കൂളുകളിലെല്ലാം ഫിറ്റ്നസ് എടുത്തിട്ടുണ്ട്. അത് ഏതാനും സ്കൂളുകളുടെയാണ് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. അത് ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഓഫീസർക്ക് അതിൻ്റെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അംഗനവാടികളെ സംബന്ധിച്ചും അതിനോടനുബന്ധമായ പരിശോധനകൾ കൃത്യമായ നിലയിൽ കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പം ഇന്നത്തെ മീറ്റിങ്ങിൽ വന്നു. അത് ഉണ്ടാവാത്ത നിലയിൽ കളക്ടറിൻ്റെ ഏകോപനത്തിൽ പോകാനും ഡേഞ്ചറസ് ആയിട്ടുള്ള മരങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് റിമൂവ് ചെയ്യണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് ഏത് വകുപ്പിൻ്റെ കീഴിൽ വരുന്ന മരമാണ് എന്നുള്ളതല്ല, മരം അപകടമാണോ അടിയന്തരമായിട്ട് അത് മുറിച്ചു മാറ്റും. അല്ലാതെ അത് അവിടെ പറഞ്ഞ് ഇന്ന ആളുടെ മരമാണ് എന്ന് പറഞ്ഞു നിൽക്കേണ്ട ആവശ്യമില്ല. അത് തീർച്ചയായിട്ടും അത് കളക്ടറിൻ്റെ നേതൃത്വം അക്കാര്യത്തിലുള്ള നടപടികളിലേക്ക് നീങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ റോഡുകളുടെ സേഫ്റ്റിയും കാര്യങ്ങളും നോക്കാനും നാഷണൽ ഹൈവേയുടെ നിർമ്മിതികൾ ചില സ്ഥലങ്ങളിലൊക്കെ സൈഡ് പ്രൊട്ടക്ഷൻ വരേണ്ടതായിട്ടുണ്ട് എന്നുള്ള
പരാതി വന്നു. അതൊക്കെ ഇന്നത്തെ ഹൈവേ അതോറിറ്റീസിനും സ്റ്റേറ്റ് ഹൈവേക്കും PWDക്കും അതിന് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. റിഫ്ലക്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട MLA മാർ വിവിധ വിഷയങ്ങൾ ഇന്നത്തെ മീറ്റിങ്ങിൽ ഉന്നയിച്ചിരുന്നു. പാറമടകളുമായി ബന്ധപ്പെട്ടുള്ള ചില ഇഷ്യൂസ് ഉണ്ട്, സേഫ്റ്റി വാൾസ്, ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്, അപകടകരമായി നിൽക്കുന്ന റോഡിലേക്ക് വീഴാൻ സാധ്യതയുള്ള ഈ പാറകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽ വന്ന കാര്യങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ അനധികൃത നിർമ്മാണങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ വരികയും അഡ്വഞ്ചർ ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള അനധികൃത അഡ്വഞ്ചർ ടൂറിസം ഉണ്ടാക്കുന്ന അപകടങ്ങളെ സംബന്ധിച്ചും ഇന്ന് ഇവിടെ ചർച്ചയിൽ കടന്നു വന്ന സാഹചര്യമുണ്ടായി. അത് കളക്ടർ അതിനെ സംബന്ധിച്ച് ശ്രീ റോയ് കെ പൗലോസ് അതിവിടെ സൂചിപ്പിച്ചിരുന്നു. അതനുസരിച്ച് ഇവിടെ കളക്ടർ ഓൾറെഡി അതിൻ്റെ ഒരു കമ്മിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ വ്യക്തമായ റിപ്പോർട്ട് എടുക്കും. ഈ പറഞ്ഞതുപോലെ അത് ഇടുക്കിയിൽ മാത്രമല്ല, കേരളത്തിൽ പല സ്ഥലങ്ങളിലും അനധികൃത ഇതുപോലെയുള്ള ടൂറിസങ്ങൾ അല്ലെങ്കിൽ വെൽ എക്യുപ്ഡ് അല്ലാത്ത ഇങ്ങനെയുള്ള സംരംഭങ്ങൾ ആരംഭിച്ചിരിക്കുന്നതും അത് പലതരത്തിലും പലർക്കും ജീവൻ അപകടത്തിലാവുകയും അതല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഗുരുതരമായ പരിക്കുകൾ ഏൽക്കുകയും ചെയ്ത ഒരുപാട് ഇൻസ്റ്റൻസസ് കടന്നു വന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അത് ടൂറിസം മന്ത്രിയുടെ ശ്രദ്ധയിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലും ഞാനത് കൊണ്ടുവരുന്നുണ്ട്. അതിനനുസരിച്ചുള്ള എന്തായാലും ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഇപ്പോൾ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തമായ നിലയിലുള്ള റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ച് അനധികൃതമായി പ്രവർത്തിക്കുന്നതും എക്യുപ്ഡ് അല്ലാത്തതുമായിട്ടുള്ള എല്ലാ അനധികൃത ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും നിർത്തലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ഇന്ന് ബഹുമാനരായ MLA മാർ ആവശ്യപ്പെട്ട് അതനുസരിച്ച് കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ പറഞ്ഞതുപോലെ അനധികൃത നിർമ്മാണങ്ങളെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളും ഇതിനോടനുബന്ധിച്ച് എടുക്കുന്നുണ്ട്. ഇതാണ് പൊതുവായി ഇന്ന് വന്ന ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന പൊതുവായ വിഷയങ്ങൾ. എന്തായാലും എല്ലാ തരത്തിലുമുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതിനോടനുബന്ധമായ ഫോളോ അപ്പ് മീറ്റിങ്ങുകൾ കളക്ടറുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ടായിരിക്കും.